കഴിഞ്ഞ ഒരു ആഴ്ചയായിട്ട് ഏറ്റവും കൂടുതൽ ജിയോ പൊളിറ്റിക്സിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എന്തായാലും ഇറാൻ ഇസ്രായേലിനെതിരെ ഒരു എയർ സ്ട്രൈക്ക് നടത്തും, അല്ലെങ്കിൽ ഒരു യുദ്ധം സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ പബ്ലിഷ് ആവുന്നതിന് മുമ്പ് തന്നെ ആ ഒരു എയർ സ്ട്രൈക്ക് നടക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അല്ലെങ്കിൽ വിത്തിൻ 1 വീക്കിൻ്റെ ഉള്ളിൽ എന്തായാലും ഇറാൻ ഈ വട്ടം ഇസ്രായേലിനെ അടിച്ചിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇസ്രായേൽ ഇറാൻ യുദ്ധം വന്നു കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നം അവിടെയുണ്ട്. ഇസ്രായേലിനെ ബാക്കപ്പ് ചെയ്യുന്ന അമേരിക്ക ഈ വട്ടം ഇസ്രായേലിനെ പിന്തുണയ്ക്കില്ല എന്ന് അമേരിക്ക സ്ട്രോങ് ആയി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് പിന്നിലുള്ള കാരണം എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ ഇപ്പോൾ ഇസ്രായേൽ വേഴ്സസ് ഹമാസ് എന്ന് പറയുന്ന യുദ്ധമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പെട്ടെന്ന് അത് എങ്ങനെ ഇസ്രായേൽ വേഴ്സസ് ഇറാൻ യുദ്ധമായി മാറിയത്? അതുപോലെ തന്നെ ഇസ്രായേലും ഇറാനും ഇത്രമാത്രം ഒരു ശത്രുത വരാനുള്ള കാരണം എന്തൊക്കെയാണ്? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ജിയോ പൊളിറ്റിക്സ് എഡ്യൂക്കേഷൻ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ തംസ് അപ്പ് ബട്ടൺ, സബ്സ്ക്രൈബ് ബട്ടൺ, ബെൽ ഐക്കൺ ഒക്കെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അടുത്ത ആഴ്ച ഏത് വീഡിയോ വേണം എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അതിനും സ്പെസിഫിക് ആയ ഒരു വീഡിയോ വരുന്നതാണ്. ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ സിനാരിയോ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ 2 ശത്രുക്കളാണ് ഇറാനും ഇസ്രായേലും. ഈ ഒരു വട്ടം ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇറാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം തന്നെ വേൾഡ് മാപ്പിൽ ഇല്ലാത്ത വിധത്തിൽ ആക്കിക്കളയും എന്ന് പറഞ്ഞ ഒരു വലിയൊരു വാണിംഗ് ആണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇസ്രായേലും അവരുടെ ഗാസയിൽ നിന്നുള്ള സോൾജേഴ്സിനെല്ലാം പിൻവലിച്ച്, അതുപോലെ തന്നെ ലീവ് കൊടുത്ത എല്ലാ സോൾജേഴ്സിനെയും വീണ്ടും ഫോഴ്സിലോട്ട് ആഡ് ചെയ്ത് സോൾജേഴ്സിനെയും വീണ്ടും ഒരു യുദ്ധത്തിന് വേണ്ടി ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് നോക്കാം. അതിനു മുമ്പ് തന്നെ ഇതിൻ്റെ ഹിസ്റ്ററി ഒന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഹിസ്റ്ററി എടുത്തു നോക്കുകയാണെങ്കിൽ 1970കൾ നമ്മൾ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഹിസ്റ്ററി ആയിരുന്നു ഉണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ അലൈസും അതുപോലെ തന്നെ ഏറ്റവും വലിയ സ്ട്രാറ്റജിക് പ്ലാനിങ്ങും ആരൊക്കെയായിരുന്നു എന്ന് വെച്ചാൽ ഇറാനും ഇസ്രായേലുമാണ്. കാരണം ഒരു കാലഘട്ടങ്ങളിൽ ഈ 2 രാജ്യങ്ങളെ ഒരാളെ കൊണ്ടും പിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു വിധത്തിലായിരുന്നു ഇവരുടെ അലൈസ് ഉണ്ടായിരുന്നത്. അത്രമാത്രം സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്ന ഒരു 2 രാജ്യങ്ങളായിരുന്നു ഇറാനും ഇസ്രായേലും. അതിൽ നിന്ന് എങ്ങനെയാണ് ഇവർ ഇത്രമാത്രം വലിയ ശത്രുക്കളായി മാറിയത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഫൗണ്ട് ചെയ്യുന്ന ആ ഒരു സമയത്തെല്ലാം തന്നെ മിഡിൽ ഈസ്റ്റിലുള്ള പല രാജ്യങ്ങളും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ എതിർക്കുന്നു. അവിടെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വരുന്നത് തന്നെ പലർക്കും ഇഷ്ടപ്പെടുന്നില്ല. ആ ഒരു സമയത്തെല്ലാം തന്നെ ഇറാനായിരുന്നു കൂടുതലും, മറ്റു രാജ്യത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ആദ്യ കാലഘട്ടങ്ങൾ തൊട്ടേ ഇറാനായിരുന്നു സപ്പോർട്ട് ചെയ്തുകൊണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1979 വരെ ഇവർ തമ്മിൽ നല്ല ഒരു സ്ട്രോങ് പാർട്ട്ണർഷിപ്പ് തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം അതിനു മുമ്പ് തന്നെ 1960കളിൽ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന കാലഘട്ടം, ഇന്നത്തെ റഷ്യ അന്നത്തെ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടങ്ങൾ അവർ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആയിക്കൊണ്ടേ വന്നിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, ഇന്നത്തെ അറബ് രാജ്യങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ഭയന്നിരുന്നു ഈ സോവിയറ്റ് യൂണിയനെ. ആ ഒരു രീതിയിൽ ഇറാനും ഇസ്രായേലും, ഈ 2 രാജ്യങ്ങളും സോവിയറ്റ് യൂണിയനെ കണ്ട് ഭയന്നിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രമാത്രം ഒരു സൂപ്പർ പവർ ആയിരുന്നു സോവിയറ്റ് യൂണിയൻ. അപ്പോൾ ഈ ഒരു സോവിയറ്റ് യൂണിയൻ വളർന്നു വന്നുകൊണ്ടിരുന്നപ്പോഴും അവർക്ക് എതിരായി നിൽക്കാൻ വേണ്ടി ഈ 2 രാജ്യങ്ങളും ഒരുമിച്ചായിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇസ്രായേലിനും ഇറാനെ ഒരിക്കലും തള്ളിപ്പറയാൻ കഴിയില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ഇസ്രായേലിന് വേണ്ട ഓയിൽ റിസോഴ്സസ്, എണ്ണ വളങ്ങളെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ സപ്ലൈ വന്നുകൊണ്ടിരുന്നത് ഇതേ ഇറാനിൽ നിന്നായിരുന്നു. ഏകദേശം മാക്സിമം മെജോറിറ്റി ഷെയറും ഇറാനിൽ നിന്നായിരുന്നു ഓയിൽ സപ്ലൈ എല്ലാം ഉണ്ടായിരുന്നത്. മാത്രമല്ല ഇസ്രായേലിന് ഇറാനിലോട്ടും അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിലോട്ടെല്ലാം തന്നെ എണ്ണ സപ്ലൈ ചെയ്യാൻ വേണ്ടി തന്നെ ഈ ഇസ്രായേലിലൂടെ തന്നെ പൈപ്പ് ലൈൻ തന്നെ ഈ 2 രാജ്യങ്ങളും ഒരുമിച്ച് നിർമ്മിച്ചിരുന്നു. അപ്പോൾ അത്രമാത്രം സ്ട്രോങ് ആയ ഒരു റിലേഷനായിരുന്നു ഇവർ തമ്മിൽ ഉണ്ടായിരുന്നത്. പിന്നെ എങ്ങനെയാണ് ഇത് മാറിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1979ലാണ് ഇറാനിൽ ഇസ്ലാമിക് റെവല്യൂഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു ഇസ്ലാമിക് റെവല്യൂഷൻ എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇസ്ലാമിക് റെവല്യൂഷൻ്റെ ഹെഡ് ആരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയതുള്ള കൊയ്മേനി എന്ന് പറയുന്ന അദ്ദേഹമായിരുന്നു ഈ ഒരു ഇസ്ലാമിക് റെവല്യൂഷൻ്റെ ഹെഡായി നിന്നിരുന്നത്. അപ്പോൾ ഇവരുടെ ആവശ്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള പൊളിറ്റിക്കൽ ഭരണം, ഇറാനെ അപ്പോൾ ഭരിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഭരണം ഫുള്ളായിട്ടും മാറിയിട്ട് പുതിയൊരു ഭരണം ആൾക്കാർ കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ഡിമാൻഡ്. അതിനുശേഷം അവിടെ സോഷ്യൽ ജസ്റ്റിസ് കൊണ്ടുവരണം, അതുപോലെ തന്നെ അവിടെ ഇസ്ലാമിക് റൂൾ അനുസരിച്ച് ഒരു ഗവൺമെൻറ് ഫോം ചെയ്യണം എന്നുള്ളതായിരുന്നു ഇവരുടെ പ്രധാനമായും ഒരു കാര്യം. അപ്പോൾ ആയതുള്ള കൊയ്മേനി എന്ന് പറയുന്ന അദ്ദേഹമായിരുന്നു ആ ഒരു പ്രതിഷേധത്തിലെല്ലാം മുന്നിട്ട് നിന്നതും. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രതിഷേധത്തിൽ അവിടെ ഉണ്ടായിരുന്ന
സാധാരണ സ്റ്റുഡൻസ് അതുപോലെ തന്നെ എല്ലാ വർക്കിങ്ങും നോൺ വർക്കിങ്ങും അങ്ങനെയുള്ള എല്ലാ ആൾക്കാരും ഇറാനിയൻ ആൾക്കാരും തെരുവോരങ്ങളിലെല്ലാം വന്ന് സമരം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 1979 ഈ ഒരു ഇസ്ലാമിക് റവല്യൂഷൻ നടക്കുന്നതും അപ്പോൾ അതുവരെ ഭരിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഭരണത്തിന് ഫുള്ളായിട്ടും കംപ്ലീറ്റ് ആയും എടുത്തു കളഞ്ഞ് പുതിയൊരു ഭരണം വരുന്നത്. അപ്പോൾ ആ ഒരു പുതിയൊരു ഭരണം വന്നതിന് തൊട്ടാണ് അവിടെ ഒരു ചെറിയ ബ്രേക്ക് ഇറാനും ഇസ്രായേലും തമ്മിൽ വരാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു പുതിയ ഭരണം വന്നു കഴിഞ്ഞപ്പോൾ അവർ കൂടുതലായിട്ടും അതായത് അവർ ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തിനെ കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നില്ല. അതായത് മുൻപുണ്ടായിരുന്ന ഭരണത്തിനുണ്ടായിരുന്ന ആൾക്കാരെല്ലാം തന്നെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. അവരൊരു ഇസ്രായേലിനെ ഒരു രാജ്യമായി തന്നെ അംഗീകരിച്ചിരുന്നു. പക്ഷേ പുതിയ വന്ന ആൾക്കാരെല്ലാം തന്നെ അതായത് പാലസ്തീനിലെ ജനങ്ങളെല്ലാം ഇവർ കൊടുമപ്പെടുത്തുകയാണ്, അതുപോലെ തന്നെ അവരുടെ സ്ഥലമാണ് ഇവർ പിടിച്ചെടുത്ത് എന്ന് പറഞ്ഞ് അവർക്കെതിരെ ഇറാന്റെ ഭരണകൂടം എപ്പോഴും ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല ഇസ്രായേലിനെ എതിരെ ആക്രമിക്കുന്ന ഹിസ്ബുള്ള ആയിക്കോട്ടെ ഇസ്ലാമിക് ഗ്രൂപ്പുകൾക്കെല്ലാം തന്നെ കൂടുതലും ഫണ്ട് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു സമയം തൊട്ട് തന്നെ ഈ പുതിയതായി വന്ന ഈ ഇറാനുള്ള ഗവൺമെന്റ് ആയിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇറാനും ഇസ്രായേലും തമ്മിൽ മെല്ലെ മെല്ലെ വേർപിരിയാൻ തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഹിസ്ബുള്ള എപ്പോഴും ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അവരെ സപ്പോർട്ട് ചെയ്യാൻ ഇറാൻ പോകുന്നു. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് ഇറാൻ ഒന്നെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യരുത്, അങ്ങനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്ട്രോങ് റിലേഷൻ മുന്നോട്ടുണ്ടാവില്ല എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിലായിരുന്നു അവരുണ്ടായിരുന്നത്. പക്ഷേ ഇറാൻ ആണെങ്കിലോ അതൊന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും അതായത് ഈ ഹിസ്ബുള്ള തുടങ്ങിയ സംഘടനകൾക്കെല്ലാം തന്നെ അവർ ഫണ്ടായിട്ടും അതുപോലെ തന്നെ വെപ്പണൈസ് ചെയ്തും ഇന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യം അതായത് 1979 കഴിഞ്ഞപ്പോൾ ഇസ്ലാമിക് റവല്യൂഷൻ കഴിഞ്ഞപ്പോൾ മെയിനായിട്ടും അവിടെ 5 ചേഞ്ചസ് ആണ് വന്നത്. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ അതായത് വെസ്റ്റുമായിട്ട് ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ഇറാന് നല്ലൊരു സ്ട്രോങ് റിലേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ വീണ്ടും അതായത് ഇങ്ങനെ ഒരു ഇസ്ലാമിക് റവല്യൂഷൻ വന്നതിന് ശേഷം അവർ വെസ്റ്റുമായിട്ടുള്ള ഫുൾ കംപ്ലീറ്റ് ടൈം അവർ മെല്ലെ മെല്ലെ വിടാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെയാണ് അവർ ഇസ്രായേലിനെ എതിർക്കാനും തുടങ്ങിയത്. അതിനുശേഷം അവർ ഫുള്ളായിട്ടും ഇസ്ലാമിക് ഫൗണ്ടേഷൻ രീതിയിലാണ് പോകാൻ തുടങ്ങിയത്. അതുവരെ ഇറാൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ പൂർണ്ണമായും ഒരു ഇസ്ലാം രാജ്യം പോലെ അല്ലായിരുന്നു, അവർ ഒരു മിക്സഡ് രാജ്യം അതായത് ഒരു സെക്യുലർ രാജ്യം പോലെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ഇസ്ലാമിക് റവല്യൂഷൻ വന്നതിന് ശേഷം അവിടെയെല്ലാം ഫുള്ളായിട്ടും ഇസ്ലാമിക് റൂൾ അനുസരിച്ച് മാത്രമായിരുന്നു പിന്നീട് കാര്യങ്ങളെല്ലാം തീരുമാനിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ റിലീജിയൻ ഇൻഫ്ലുവൻസും അവിടെ ഉണ്ടായി. ഹിസ്ബുള്ള തുടങ്ങിയ മറ്റ് സംഘടനകൾക്കെല്ലാം തന്നെ ഇറാൻ മെയിനായിട്ടും ഫണ്ട് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള സംഘടനകൾക്ക് ഫണ്ട് ചെയ്യുന്ന ഒരു രാജ്യമായി തന്നെ ഇറാൻ വളർന്നു. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലുമായിട്ടുള്ള ഫുൾ ടൈം അവർ ആ ഒരു വർഷം തൊട്ട് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ സൗദി അറേബ്യയാണോ അതോ ഇറാനാണോ ഏറ്റവും വലിയ സൂപ്പർ പവർ എന്ന രീതിയിൽ അവർ തമ്മിൽ വലിയ രീതിയിൽ പ്രശ്നം വരാൻ തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ സണ്ണി മുസ്ലിംസും അതുപോലെ തന്നെ ഷിയ മുസ്ലിംസ് എന്ന് ഒരു രാജ്യത്ത് ഏറ്റവും കൂടുതൽ സണ്ണി മുസ്ലിംസും അതുപോലെ തന്നെ മറു രാജ്യത്ത് ഷിയ മുസ്ലിംസുമാണ് ഉള്ളത്. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവർ തമ്മിലും ഒരു ചെറിയൊരു ക്ലാഷ് വരാൻ തുടങ്ങി. അതുപോലെ തന്നെ സൗദി അറേബ്യ ആണോ മിഡിൽ ഈസ്റ്റിനെ ഭരിക്കുന്നത് അതുപോലെ തന്നെ ഇറാൻ ആണോ മിഡിൽ ഈസ്റ്റിനെ ഭരിക്കുന്നത് എന്ന രീതിയിൽ ഒരു ചെറിയൊരു ക്ലാഷും വരാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇറാൻ ആ ഒരു സമയം തൊട്ട് തന്നെ ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ അംബിഷൻ അവിടെ ഒരു ന്യൂക്ലിയർ വെപ്പൺ അവർക്ക് സ്വന്തമായിട്ട് ഒരു ന്യൂക്ലിയർ വെപ്പൺ ക്രിയേറ്റ് ചെയ്യണം എന്നൊരു രീതിയിലായിരുന്നു അവർ അന്ന് തൊട്ടേ വർക്ക് ചെയ്യുന്നതും. അതിനുശേഷമാണ് പിന്നീട് അവർ റഷ്യൻ്റെ കൂടെ 1995 ആയപ്പോൾ തന്നെ സോവിയറ്റ് യൂണിയൻ ബ്രേക്ക് ആയപ്പോൾ തന്നെ അവർ പിന്നീട് റഷ്യൻ്റെ കൂടെ കൂടുതലും ടൈപ്പ് വരാൻ തുടങ്ങിയതിൻ്റെ മെയിൻ റീസണും ഇത് തന്നെയാണ്. അവരുടെ ന്യൂക്ലിയർ അംബിഷൻ പാസ്സാവണം, എങ്ങനെയും ഒരു ന്യൂക്ലിയർ പവറുള്ള രാജ്യമായി മാറണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് അവർ വെസ്റ്റിനെ സപ്പോർട്ട് ചെയ്യാതെ റഷ്യൻ അലയൻസിലോട്ട് അവർ പോകാനുള്ള പ്രധാനമായ ഒരു കാര്യം കൂടെ. ഇങ്ങനെയാണ് ഇന്നത്തെ വലിയ ശത്രുക്കളായ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള റിലേഷൻ ഉണ്ടായിരുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ സ്ട്രോങ് ആയി അവിടെ പിന്നെ വീക്കായി വരികയായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് പലർക്കും തോന്നും. ഇസ്രായേലും ഹമാസും തമ്മിലായിരുന്നു പ്രശ്നം. പിന്നീട് പെട്ടെന്ന് എങ്ങനെയാണ് ഇറാൻ ഈ ഒരു സിനാരിയോയിലോട്ട് വന്നത് എന്ന് പലർക്കും സംശയമുണ്ടാവും. അപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ 1 സിറിയൻ്റെ ഒരു ഹെഡ് ഓഫീസ് സിറിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ക്യാപിറ്റലാണ് ഡമാക്കസ് എന്ന് പറയുന്ന ആ ഒരു സിറ്റി. അപ്പോൾ സിറിയയിലെ ഇറാൻ്റെ എംബസിക്കെതിരെ ഇസ്രായേൽ ഒരു എയർ സ്ട്രൈക്ക് നടക്കുന്നു. അപ്പോൾ ഈ ഒരു എയർ സ്ട്രൈക്കിൽ ഏകദേശം 7 പേരാണ് മരണപ്പെട്ടത്. അപ്പോൾ ആ 7 പേരിൽ 2 പേര് ആരായിരുന്നു എന്ന് വെച്ചാൽ ഇന്നത്തെ ഇറാൻ്റെ ഏറ്റവും ടോപ്പ് ആർമി ജനറൽ ഓഫീസർ ആയ 2 പേരും ആ ഒരു എയർ സ്ട്രൈക്കിൽ മരണപ്പെടുന്നു. അപ്പോൾ ഈ ഒരു മരണം സംഭവിച്ചതിനെ തുടർന്ന് ലോകരാജ്യങ്ങളും അതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്സ് എല്ലാം തന്നെ വലിയ രീതിയിലുള്ള ശ്രദ്ധ പിടിച്ചു പറ്റുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇറാൻ്റെ അത്രയും വലിയ 2 ഒഫീഷ്യൽസിനെയാണ് ഇസ്രായേൽ വേണമെന്ന് വെച്ച് അടിച്ചത്. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അടുത്ത ഏത് നിമിഷവും ഒരു വാർ ഡിക്ലെയർ ചെയ്യാം എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. അപ്പോൾ ഇരിക്കുമ്പോഴാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ആ ഒരു അനൗൺസ്മെൻറ്റ് വരുന്നത്. ഈ ഒരു വാറിൽ എന്തായാലും തീർച്ചയായിട്ടും ഇസ്രായേലിന് ഞങ്ങൾ തീർച്ചയായിട്ടും ഒരു പാഠം പഠിപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇസ്രായേൽ എന്ന് പറയുന്ന മാപ്പ് തന്നെ ഇല്ലാണ്ടാക്കാനും ഞങ്ങൾക്ക് കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയൊരു
ഒരു അനൗൺസ്മെൻറ്റ് വരുന്നു. അപ്പോൾ അതിന് പിന്നിൽ അവർ പറയുന്നു, അതായത് ഇതിന് പിന്നിലെല്ലാം അമേരിക്കയാണെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ അമേരിക്ക മര്യാദയ്ക്ക് ഈ ഒരു യുദ്ധത്തിൽ നിന്ന് എത്രമാത്രം മാറി നിൽക്കുന്നോ അത്രമാത്രം അവർക്കും സേഫായി നിൽക്കാം. അല്ലെങ്കിൽ അവരുടെ എംബസിക്കെതിരെയും ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് തന്നെ അറ്റാക്ക് ചെയ്യുമെന്ന് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഒരു സ്ട്രോങ് കണ്ടന്റ് വരുന്നു. അപ്പോൾ ഇതിനെ തുടർന്ന് അമേരിക്ക ഒരു അനൗൺസ്മെൻറ്റ് നടത്തുന്നു. അതായത് ഇന്ന് ഇസ്രായേൽ നടത്തിയ ആ ഒരു എയർ സ്ട്രൈക്കും അമേരിക്കയ്ക്കും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതായത് അമേരിക്ക എയർ സ്ട്രൈക്ക് നടത്താൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, അതായത് ആ ഒരു എയർ സ്ട്രൈക്കിൽ എന്തെല്ലാം രീതിയിൽ നിങ്ങൾ റിറ്റാലിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റിവഞ്ച് എടുക്കാൻ നിൽക്കുന്നോ അതിന് അമേരിക്കയുമായിട്ട് ബന്ധമില്ല. അതുപോലെ തന്നെ അമേരിക്ക ആ ഒരു വാറിൽ വരികയുമില്ല. നിങ്ങളും ഇസ്രായേലുമായിട്ട് ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനൊരു ന്യൂസ് വന്നപ്പോൾ ലോകം തന്നെ ഷോക്കായി. കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് ഇസ്രായേലിന് എന്തൊരു പ്രശ്നം വരികയാണെങ്കിൽ ഒരു അമ്മയെ പോലെ അല്ലെങ്കിൽ ഒരു അച്ഛനെ പോലെ വന്ന് രക്ഷിക്കുന്ന ആദ്യത്തെ ഒരു രാജ്യം അമേരിക്കയാണ്. കാരണം മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ അവർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണെങ്കിൽ അമേരിക്കയാണ്. ഇസ്രായേലിനെ ഇത്രമാത്രം വളർച്ചയ്ക്കും കാരണം അമേരിക്ക തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അമേരിക്ക തന്നെ ഇപ്പോൾ ഇസ്രായേലിനെ ഇങ്ങനെ ബാക്കപ്പ് ചെയ്യാത്തപ്പോൾ പലർക്കും ഒരു സംശയം ഇതിന് പിന്നിൽ എന്താണ് കാരണമെന്ന്. അതുമാത്രമല്ല കഴിഞ്ഞ UN ജനറൽ അതായത് ഹമാസിനെതിരെ ഉള്ള യുദ്ധത്തിൽ ഒരു സീസ് ഫയർ വരുന്നു. അപ്പോൾ ഇത്രയും വർഷങ്ങൾ അതായത് ഇസ്രായേലിനെതിരെ ഏതൊരു തീരുമാനവും UN-ൽ വരികയാണെങ്കിൽ അതിനെ വീറ്റോ പവർ ഉപയോഗിച്ചിട്ട് അമേരിക്ക അതിനെ സിമ്പിളായിട്ട് തന്നെ എതിർത്ത് കളയാറ്. പക്ഷേ ഈ ഒരു വട്ടം അമേരിക്ക ആദ്യമായിട്ട് വീറ്റോ പവർ ഉപയോഗിച്ചില്ല. ആ ഒരു വോട്ടിങ്ങിൽ അവർ അബ്സ്റ്റൈൻ ചെയ്ത് നിന്നു. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സമയം തൊട്ടാണ് എല്ലാവരും വലിയ രീതിയിലുള്ള ചർച്ച ചെയ്യപ്പെടുന്നു. അപ്പോൾ പലരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ ഒരു വർഷമാണ് അമേരിക്കയിൽ ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഇലക്ഷനിൽ ട്രംപ് വരുമോ അല്ലെങ്കിൽ ജോ ബൈഡൻ വരുമോ എന്നുള്ള വലിയ രീതിയിലുള്ള ടഫ് ഫൈറ്റാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള മുസ്ലിം വോട്ടെല്ലാം തന്നെ ഇപ്പോൾ ജോ ബൈഡന് എതിരായി നിൽക്കുന്നതുകൊണ്ട് തന്നെ ആ വോട്ടെല്ലാം തന്നെ ജോ ബൈഡന് അനുകൂലമാകാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വോട്ടെടുപ്പിന് എതിരായി നിന്നതും അതുപോലെ തന്നെ ഇപ്പോൾ ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്തപ്പോൾ ഇസ്രായേലിനെ ബാക്കപ്പ് ചെയ്യാത്തതും എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഇസ്രായേലിനെതിരെ ഇപ്പോൾ പൂർണ്ണമായിട്ടും അമേരിക്ക നിൽക്കുന്നുണ്ടെങ്കിലും അപ്പോൾ ഇറാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഇങ്ങനെയെല്ലാം അമേരിക്ക പുറത്തുനിന്ന് പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾക്കറിയാം, അതായത് സ്ട്രോങ് ആയിട്ടും ഇസ്രായേൽ ഇത്രമാത്രം എംബസിക്കെതിരെ അടിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ അതിന് മെയിനിൽ സ്ട്രോങ് ആയിട്ടും അമേരിക്കൻ അലയൻസ് ഉണ്ട്. അല്ലാണ്ട് ഇസ്രായേലിന് ഇത്ര ധൈര്യം വരില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇലക്ഷൻ നടക്കാൻ വേണ്ടി അവർ പുറത്ത് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് വലിയ രീതിയിലുള്ള കണ്ടപ്റ്റ് അവർ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇറാൻ ഇനി എങ്ങനെയായിരിക്കും ഇസ്രായേലിനെ തിരിച്ചടിക്കുന്നത്? ഫസ്റ്റ് വൺ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരൊരു എയർ സ്ട്രൈക്ക് ആയിരിക്കും ചിലപ്പോൾ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിനെതിരെ ഇറാൻ തീർച്ചയായിട്ടും അറ്റാക്ക് നടത്തുമോ എന്ന് പലർക്കും സംശയം തോന്നാം. അപ്പോൾ ഇത് എന്തായാലും തീർച്ചയായിട്ടും ഇറാൻ നടത്തിയേ തീരുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് ഫസ്റ്റ് അവരൊരു എയർ സ്ട്രൈക്ക് ആയിരിക്കും നടത്താൻ പോകുന്നത്. അതുപോലെ തന്നെ സൈബർ അറ്റാക്ക്, ഇങ്ങനെ പലതരത്തിലുള്ള അറ്റാക്കും അവർ നടത്താൻ ചാൻസസ് ഉണ്ട്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ ഇറാൻ തിരിച്ച് അറ്റാക്ക് ചെയ്തില്ലെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള ചോദ്യമാവും. അതായത് ഓൾറെഡി സൗദി അറേബ്യ വേഴ്സസ് ഇറാൻ ഒരു ചെറിയൊരു കോൾഡ് വാർ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ ആരാണ് സൂപ്പർ പവർ എന്ന്. അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ വെപ്പണൈസ് സൂപ്പർ പവർ ഉള്ളത് ഇപ്പോൾ ഇസ്രായേലും ഇറാനുമാണ്. അപ്പോൾ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തിട്ട് തിരിച്ച് ഇറാൻ അറ്റാക്ക് ചെയ്തില്ലെങ്കിൽ അവിടെ അവരുടെ സെക്യൂരിറ്റിക്ക് തന്നെ വലിയൊരു ഡൗട്ടാണ്. അതുപോലെ തന്നെ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണ ആൾക്കാർക്കെതിരെ ഇറാനിയൻ ജനങ്ങൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അറിയിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യത്ത് വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്തിട്ടും അവർക്കെതിരെ തിരിച്ച് അറ്റാക്ക് ചെയ്തിരിക്കും നമുക്ക് അത്രമാത്രം പവർ ഇല്ലേ എന്നുള്ളൊരു ചോദ്യം അവിടെ വരാൻ തുടങ്ങും. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇറാൻ നിർബന്ധമായിട്ടും ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തേ മതിയാവുള്ളൂ. ഇനി രണ്ടാമത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ, അതായത് ഇറാൻ സൂപ്പർ പവർ ആവുന്നത് ഇസ്രായേലിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ തന്നെ ഇറാനിന് ഒരു ന്യൂക്ലിയർ പവർ കിട്ടിക്കഴിഞ്ഞാൽ ഇസ്രായേൽ അതോടെ അവസാനിച്ചു എന്നുള്ളത് ഇസ്രായേലിന് നല്ലവണ്ണം അറിയാം. അതായത് ഇറാൻ എപ്പോഴൊക്കെ ന്യൂക്ലിയർ പവറിലോട്ട് അടുത്തെത്താൻ പോകുന്നോ ആ ഒരു സമയത്തെല്ലാം തന്നെ ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് അറ്റാക്ക് ചെയ്യും. അതായത് മിഡിൽ ഈസ്റ്റിൽ അതായത് ഒരു ന്യൂക്ലിയർ പവർ ഉണ്ടാവരുത് എന്ന് അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേൽ വളരെയധികം നിർബന്ധമാണ്. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അവർ എപ്പോഴും, അതായത് ഇറാൻ എപ്പോഴൊക്കെ ഒരു ന്യൂക്ലിയർ പവറിലോട്ട് ഒരു മൂവ് നടക്കുന്നോ അപ്പോഴെല്ലാം തന്നെ ഇറാനെതിരെ വലിയ രീതിയിലുള്ള അറ്റാക്കുകൾ അമേരിക്കയും നടത്തിയിട്ടുണ്ട്, ഇസ്രായേലും ഒരേപോലെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വീഡിയോയിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ അടുത്ത ഏത് വീഡിയോ വേണം ഉള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ഫ്രം